വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ്. അപ്പോൾ റിവ്യൂ ഒക്കെ അവസാനിപ്പിക്കേണ്ട ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് മടങ്ങി വന്നവരൊക്കെ തിരിച്ചു പോകുന്ന സമയമാണിത്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർ എന്താ പറയുക മുൻ ഡോറിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അപ്പുറം ഇപ്പുറം ക്ഷയിക്കാനും ഇതെല്ലാം കൊടുത്ത് ബായ് പറയുന്ന രംഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ തിരയുന്ന ഒരു 2 കക്ഷികളുണ്ട്. ഒന്ന് ഗബ്രി, ജാസ്മിൻ, പിന്നെ ഒന്ന് ശ്രീതു ആൻഡ് അർജുൻ. ഇവരെയൊക്കെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ നമ്മൾ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്തു. മെയിനായിട്ട് ഗബ്രീൻ്റെ ജാസ്മിൻ്റെയും പിന്നെ ഋഷിക്കും ഹൻസിബ അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അവരെ ആ ബിഹേവിയർ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഗബ്രിയും ജാസ്മിനും കൈപിടിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ അവിടെ വാഴയിലയിൽ ഗബ്രി ജാസ്മിൻ എന്നെല്ലാം മറ്റേ ലിപ്സ്റ്റിക്ക് വെച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ സാധനം ഗബ്രി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, കണ്ടോ, ഗബ്രി അത് എടുത്തിട്ട് ഗബ്രി അത് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അതൊക്കെയല്ലേ ഉള്ളൂ ഓർമ്മകളായിട്ട്. ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ രണ്ടാളും കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ജാസ്മിൻ്റെ വാപ്പ നല്ല രീതിയിൽ തെറിയൊക്കെ പറഞ്ഞിട്ട് രണ്ടിന് ഗബ്രീനെ അതിനുള്ള വോയിസൊക്കെ പുറത്ത് വന്നിന്. അപ്പോൾ അവരെവിടെ വന്നേരവും കണ്ടിന്, ഫോട്ടോ ഒക്കെ എടുത്തു മാറ്റി മാലയൊക്കെ അയച്ച് മാറ്റുന്നത് കണ്ടിന്. അപ്പോൾ ഈ ബന്ധത്തോട് അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ മോളിനി ആ ബന്ധത്തിലേക്ക് കൂടുതൽ പോകുന്നതായിട്ട് അവർ കൂടുതലായിട്ട് സ്ട്രിക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളവരാണ്. പിന്നെ ജാസ്മിൻ എന്താ പറയുക വരുമാനം ഉണ്ടാക്കുന്നതും ജാസ്മിൻ്റെ തൊഴിൽ യൂട്യൂബ് ആണല്ലോ. അപ്പോൾ ഫോണിലൂടെ എങ്ങനെയാലും നമുക്ക് റിലേഷൻ പുതുക്കാം. പക്ഷേ ഈ വീട്ടിൽ കിട്ടുന്ന ഈ ഒരു ഫ്രീഡം, ഈ കാട്ടിക്കൂട്ടുന്ന രംഗങ്ങളൊന്നും ഇവർക്ക് പുറത്തു പോയാൽ കാണിക്കാനുള്ള ഇത് കിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നിന്നാകുമ്പോൾ ആരും റെസ്ട്രിക്റ്റ് ചെയ്യാനില്ലല്ലോ, വീട്ടുകാരെയും പേടിക്കണ്ട. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് കാണുന്നത്, അതായത് പുറത്തു പോകാനുള്ള അനൗൺസ്മെൻറ്റ് ചെയ്തു. പക്ഷേങ്കിൽ വാതിൽ തുറക്കുന്നവരെ എല്ലാവരും ഇങ്ങനെ മുറ്റത്തെ പുല്ലിൽ കടന്നിട്ട് ഇങ്ങനെ ജാസ്മിനാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഒന്നും അതായത് ഒരു പണിയും എടുക്കാണ്ട് ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഒന്നും ആലോചിക്കാണ്ട് മേലോട്ട് നോക്കി കിടക്കാൻ പറ്റുന്ന ആകെയുള്ള ലാസ്റ്റിലത്തെ അവസരമാണിത്. അപ്പോൾ നമ്മളിതൊന്ന് മുതലാക്കണം. അപ്പോൾ കിടക്കാൻ ഇങ്ങനെ മുകളിലോട്ട് ആകാശം നോക്കി കിടക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം വന്നു തോന്നുന്നു. അപ്പം ജാസ്മിന്, അപ്സര അവരെല്ലാം ഉണ്ട്, ഗബ്രി, ശ്രീതു. അപ്പോൾ ശ്രീതു ഇങ്ങനെ കിടന്നിട്ടാണ് പിന്നെ അർജുനൊരു എരിപൊരി ഉള്ളുന്നുണ്ട്. അർജുൻ എന്ത് ചെയ്യണോ, അർജുനും അവിടെ പോയി കിടക്കണമെന്നുണ്ട്. പക്ഷേ എങ്കിലും ശ്രീതുവിൻ്റെ അടുത്ത് കിടക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. അപ്പോൾ അർജുൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മെരുക നടക്കുമോ എന്നറിയില്ല, അതുപോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഡോറ് തുറക്കാനായി. അപ്പോൾ ഗബ്രി പോട്ടെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പോകല്ല, എല്ലാവരും പോകട്ടെ എന്ന്. ഡോറ് തുറന്നു. അപ്പം ജാസ്മിൻ പറയുന്നത് പോകല്ല, എല്ലാവരും പോകട്ടെ, എന്നിട്ട് പോകാൻ. എന്നിട്ട് ഗബ്രീനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഗബ്രി പക്ഷേങ്കിൽ മാക്സിമം ഒഴിഞ്ഞു മാറാൻ പോകുന്ന പോലെ ചില സമയത്ത് ഗബ്രീൻ്റെ പ്രകടനം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, അതായത് ജാസ്മിൻ്റെ ഈ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാമെന്നുള്ളൊരു ഇതുണ്ട്. ചില സമയത്ത് അവനത് മറന്നും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഏകദേശം പോയി കഴിഞ്ഞിട്ടും ജാസ്മിൻ വിടുന്നില്ല, മുറുക്ക പിടിക്കുന്നു. ഗബ്രി പോട്ടെ പോട്ടെ, വീട് മതി എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ജാസ്മിൻ അതൊന്നും കേൾക്കുന്നില്ല. ഇല്ല, എല്ലാവരും പോകട്ടെ എന്നിട്ട് ഇങ്ങനെ നിൽക്കലാറും. അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം കയറി. അപ്പോൾ ഗബ്രീനെ ജാസ്മിൻ വിടുന്നില്ല. ഗബ്രി മാക്സിമം ഒഴിയാൻ നോക്കുന്നുണ്ട്, ജാസ്മിൻ അങ്ങനെ വിടുന്നില്ല. നമ്മുടെ ഉടുമ്പ് പിടിച്ച പോലെ പിടിക്കുന്നത്. പിന്നെ ജാസ്മിൻ റസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഗബ്രീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നൊക്കെ ഉണ്ട്. അത് പിന്നെ മുറക്കം നടക്കുന്നതാണല്ലോ, അതിൽ പിന്നെ ഒരു എന്താ പറയണ്ട മാറ്റവും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റസ്മിനെയാണ് കെട്ടിപ്പിടിക്കുന്നത്. റസ്മിനെ കെട്ടിപ്പിടിക്കുമ്പോഴും ഒരു കൈ കൊണ്ട് എന്താ പറയണ്ടേ ഗബ്രീനെ പിടിവിടാണ്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എന്താ പറയണ്ട അടുത്തത് അർജുനും ശ്രീതുവും. ഇവരെല്ലാം പോട്ടേന്ന് ചോദിച്ച് സംസാരിക്കുമ്പോഴും അർജുൻ ശ്രീതുവിൻ്റെ കയ്യിൽ ഇങ്ങനെ എന്താ പറയണ്ടേ ആരും അറിയാതെ ഇതുപോലെ പിടിക്കുന്നുണ്ട്. അതാരും കാണുന്നുമില്ല, കാരണം ബാക്കിലോട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ സ്നേഹമുണ്ട്. പക്ഷേങ്കിൽ എന്താ പറയണ്ടേ അവരിങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ ശ്രീതു എവിക്റ്റഡ് ആയാലും അർജുൻ കരയുന്നുണ്ടായിരുന്നു, അർജുൻ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഇത്രയും ദിവസം ഇങ്ങനെ പ്രണയിക്കുന്ന ഒരാൾ ഒരുത്തുണ്ടാകുമ്പോൾ പെട്ടെന്ന് പോകുമ്പോഴൊരു സങ്കടം ഉണ്ടാവില്ലേ, അത് തന്നെയായിരിക്കും. അപ്പോൾ റസ്മിനെ പോകാൻ നോക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു മറ മാത്രമാണ്. റസ്മിന് ഉമ്മ കൊടുത്തതിൻ്റെ ബാക്കി ഇതാ ഗബ്രിക്കും കൊടുക്കുന്നുണ്ട്. ഗബ്രീനെ പിന്നെ ഒരു 10 വട്ടം ഉമ്മ എന്നിട്ടൊന്നും മതിയാകുന്നില്ല ജാസ്മിന്. ഇന്നലെ വന്നേരെ ഉമ്മ തന്നെയാണ്, ഉമ്മയും കെട്ടിപ്പിടുത്തം തന്നെയാണ്.
കാരണം ഇത് പുറത്ത് എത്തിയാൽ ഇവിടുന്ന് ആരും റെസ്ട്രിക്റ്റ് ചെയ്യാനില്ലല്ലോ. പുറത്തെത്തിയാൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആവില്ല, ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ച് മാക്സിമം മുതലെടുക്കുന്നുണ്ട് കേട്ടോ ജാസ്മിൻ. പിന്നെ ജാസ്മിൻ്റെ ഈ ഒരു ഇത് കാണുമ്പോൾ തോന്നുന്നത് ഗബ്രീൻ്റെയും ജാസ്മിൻ്റെയും ഇതൊരു കാണുമ്പോൾ തോന്നുന്നത് ഇവർ എന്താ പറയുക പുറത്തുള്ള കോൺട്രവേഴ്സീസ് എല്ലാം അറിഞ്ഞിട്ടും ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പം ഗെയിമല്ലല്ലോ, ഇപ്പം ഗെയിം കളിക്കാൻ എന്താ പറയണ്ടേ, ഇനി ഈ ഗെയിം നിർത്തുന്നതാണ് ശരിക്കും നല്ലത്. പക്ഷേ ഇതൊരു ഗെയിം അല്ലാത്തതുകൊണ്ടാണ് അവർക്കത് നിർത്താൻ പറ്റാത്തത്. ശരിക്കും ഇതൊരു റിയാലിറ്റിയായി മാറി. കാരണം അവർക്ക് രണ്ടാക്കും വേറെ പിരിയാൻ പറ്റാത്തൊരു റിയാലിറ്റിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ തോന്നുന്നു. കാരണം ഗെയിമാണെങ്കിൽ ഗബ്രി ഔട്ടായതിനു ശേഷം ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ തിരിച്ച് വീട്ടിൽ വന്നേരം ഗബ്രി കുറച്ച് റെസ്ട്രിക്ഷൻ പോലെ മാറി നിൽക്കുന്ന ഒരു പൊടിക്ക് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗബ്രീനെയും കൺട്രോൾ വിട്ടിട്ട് രണ്ടാളും ഒരു എന്താ പറയണ്ടേ പണ്ടത്തെ ഹൈ ലെവലിലേക്ക് തന്നെ വന്നിരുന്നു. അപ്പോൾ ജാസ്മിൻ പിന്നെ പണ്ടും അന്നും ഇന്നും ഒരേ ഇതന്നെ. ഗബ്രി ഒഴിഞ്ഞു മാറുമ്പോൾ പോലും ജാസ്മിൻ പിടിച്ചിരുത്തുന്നു. കാരണം എന്തോ ഇനി പുറത്താരും എന്നെ കാത്തിക്കാനില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു ഇഷ്ടം നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇഷ്ടം പുറത്തെത്തിയാലാണ് ഇനിയിപ്പോൾ ലഹളകളും ചൊറകളൊക്കെ നടക്കാൻ പോകുന്നത്. ജാസ്മിൻ ഇതിൻ്റെ അകത്ത് ഉള്ളതിനെക്കാട്ടും നെഗറ്റീവ് പുറത്ത് എന്താ പറയണ്ടേ, സോഷ്യൽ മീഡിയാസിൽ നെഗറ്റീവ് ഇല്ലെങ്കിലും ഫാമിലീസിൽ നല്ല നെഗറ്റീവ് ഉണ്ടാവും. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ 1 days to go എന്നുള്ള എന്താ പറയണ്ട ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് എല്ലാവരും പോയപ്പാട് വാതിൽ അടഞ്ഞപ്പാട് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അപ്പോൾ 1 days to go അത് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും ജിൻഡുവൊക്കെ അകത്ത് പോയി, എല്ലാവരും അഭിഷേകും ഋഷിയും അകത്ത് പോയി. ഋഷി പോയിട്ട് പിന്നെ അൻസിബയും ഋഷീൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അവരൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ജാസ്മിനും പിന്നെ എന്താ പറയണ്ടേ അർജുനും കൂടിയിട്ട് അവിടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് കരയുന്ന രംഗങ്ങളാണ് ഇതിനെ കാണുന്നത്. പിന്നെ ഈ സീസൺ തുടങ്ങിയവരെ കാണുന്നുണ്ട് ജാസ്മിൻ്റെ ചിരികളും കരച്ചിലുകളും, വിവിധ ഭാവങ്ങളിൽ മാറി മറിയുന്ന കുറേ ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യമാണ്, ലൈവ് കാണുന്നവർക്കറിയാം പെട്ടെന്ന് ചിരിക്കുന്നുണ്ടാവും, പെട്ടെന്ന് കരയുന്നുണ്ടാവും. പക്ഷെ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ മനുഷ്യൻ്റെ ഓരോ സമയത്തുള്ള ഇതെങ്ങനെയാണെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പം ആ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിലും ആ സമയം ചിരിക്കുന്നുണ്ടാവും, ഒരു സമയം കരയുന്നുണ്ടാവും. പക്ഷെ ഇപ്പം ജാസ്മിൻ നന്നായിട്ടൊന്ന് കരയുന്നുണ്ട്. ജാസ്മിൻ മാത്രമല്ല അർജുനും കരയുന്നുണ്ട്. എൻ്റെ അർജുൻ എണീച്ച് വീട്ടിനകത്തേക്ക് പോയിട്ട് ആദ്യം തിരിച്ചു വരുന്നുണ്ട്. എൻ്റെ അർജുൻ പറയുന്നുണ്ട് എനിക്ക് വീട്ടിനകത്ത് കയറാൻ തോന്നുന്നില്ല. പിന്നെ എന്നിട്ടൊരു ചീത്ത വീടും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അർജുനും കരയുന്നു, ജാസ്മിനും കരയുന്നു. അർജുൻ ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, സാരില്ല പോട്ടെ, അതൊക്കെ ശരിയാവും, ഇനി ഒരു ദിവസമല്ലേ ഉള്ളൂ, ഇനി പുറത്തിറങ്ങി ഇവരെല്ലാം കാണാമല്ലോ. പക്ഷേ ജാസ്മിന് ഒരു ടെൻഷനും കൂടിയുണ്ടോ, പുറത്തിറങ്ങിയാൽ പിന്നെ ഗബ്രീനെ കാണാൻ പറ്റുമോ എന്നറിയില്ല. ചിലപ്പോൾ വീട്ടിലെത്തുന്നവരെ ഗബ്രീനെ കാണാൻ പറ്റുമോ, അതിന് ശേഷമൊന്നും കാണാൻ പറ്റില്ല. അപ്പം ജാസ്മിനൊക്കെ ഇങ്ങനെ കരഞ്ഞ് എല്ലാവരും പോയി ഒറ്റക്കായി എന്നുള്ള ഇതിൽ ഇങ്ങനെ ഇനി അങ്ങനെ വീട്ടിൽ താമസിക്കുക എന്നുള്ള ഇതിൽ നിൽക്കുന്നതാണ്. ഇവർ രണ്ടാളിങ്ങനെ കരഞ്ഞ് നിൽക്കുന്നത്. ട്വിസ്റ്റ് അതല്ല, ഇവിടുന്ന് കരഞ്ഞ് ഇവരൊത്തുതീർപ്പാക്കി സാരല്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എഴുന്നേറ്റ് പോയിട്ടോ ആ ഡോറിലെ ഗ്ലാസ് ഡോറിൻ്റെ മുന്നിലെത്തിയിട്ട് ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് ഇവരെ കരച്ചിലങ്ങോട്ട് മാറുന്നു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒച്ചത്തിൽ കൂക്കാന്ന് പറയില്ലേ, ആ ചെയ്യാന്ന് അർജുൻ പറയുന്നു. ആ സെക്കൻഡിൽ ഇവരെ കരച്ചിലും മാറി. നല്ല ഒച്ചത്തിൽ രണ്ടാളും കൂവി വിളിക്കലായിരുന്നു. ഇങ്ങനെ ആർപ്പ് വിളിച്ച് കൂവെന്ന് ഒച്ചത്തിൽ. ഒരു ദിവസം കൂടി ഉള്ളൂ എന്നുള്ള സന്തോഷമാണോ അല്ലെ അവർ പോയതിൻ്റെ സങ്കടം തീർത്ത സന്തോഷമാണോ എന്ന് അറിയില്ല. എന്തായാലും പെട്ടെന്ന് മുഖഭാവങ്ങൾ അർജുനും ജാസ്മിനും മാറി വരുന്നുണ്ട്. അന്നെങ്ങനെയായിരുന്നു, സിജോ പോയപ്പോൾ അർജുൻ കരയലും പെട്ടെന്നത് സന്തോഷമായിട്ട് മാറലും. എന്തൊക്കെയാണ് നടക്കുന്നത് ദൈവത്തിനെ അറിയും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. വോട്ടിംഗ് ലെവലെല്ലാം നോക്കിയിട്ട് നാളെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.